ഹായ് ഡിയേഴ്സ്, വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിരുന്നതിൻ്റെ ബാക്കി തുടർച്ചയായിട്ടുള്ളതാണ്. പാർട്ട് 2 ആണ്. ക്രോപ്പ് ടോപ്പിൻ്റെയും അംബർല സ്കേർട്ടിൻ്റെയും കട്ടിംഗ് വീഡിയോ എങ്ങനെയാണെന്ന് പാർട്ട് 1 ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ പാർട്ട് 2 നോക്കാൻ പോകുന്നത് അംബർല സ്കേർട്ടിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ്. പാർട്ട് 3 ക്രോപ്പ് ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, കാരണം വീഡിയോസ് ഒരുപാട് ലെങ്തായി പോകും. അപ്പോൾ കാണാൻ ചിലവർക്ക് താല്പര്യം കാണില്ല. അതുകൊണ്ടാണ് ഞാൻ പാർട്ടായിട്ട് ഇടുന്നത്. അതിനു വേണ്ടിയിട്ട് ആദ്യം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്കേർട്ടിൻ്റെ ലൈനിങ് പീസും മെയിൻ പീസും ഒരുപോലെ ജോയിൻ ചെയ്ത് വെക്കാം. ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ നമ്മുടെ വേസ്റ്റ് ബാൻഡിൻ്റെ അവിടെ പേൾ പിന്ന് വെച്ച് ഇതുപോലെ കറക്റ്റ് ലെവലിൽ നമ്മളിതുപോലെ പിൻ ചെയ്ത് വെക്കണം. ഇങ്ങനെ പിൻ ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ അത് തെന്നി മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ പിൻ ചെയ്ത് വെക്കുന്നത്. ഇനി നമുക്ക് ഈ വേസ്റ്റ് റൗണ്ട് മുഴുവനായും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുന്നതിനനുസരിച്ച് ആ പേൾ പിന്ന് ഊരി മാറ്റി കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലൈനിങ് ക്ലോത്തും മെയിൻ ക്ലോത്തും തമ്മിൽ മാറിപ്പോവുകയില്ല. കറക്റ്റായിട്ട് നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാനും പറ്റും. ബിഗിനേഴ്സിന് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും. അതായത് നമ്മുടെ തയ്യൽ തുമ്പ് തെറ്റിപ്പോകത്തില്ല. കാരണം ആദ്യമായിട്ടാണ് നമ്മൾ തയ്ക്കുന്നത്, വളരെ പ്രാക്ടീസ് ഒന്നും നമുക്കില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒന്ന് തയ്ച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് വേസ്റ്റ് ബാൻഡ് വെക്കുമ്പോഴത്തേക്കും വേസ്റ്റ് ബാൻഡ് അറ്റാച്ച് ചെയ്യുമ്പോഴത്തേക്കും അത് വളരെ എളുപ്പമായിരിക്കും. അങ്ങനെ നമ്മൾ സ്കേർട്ടിൻ്റെ വേസ്റ്റ് റൗണ്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ വേസ്റ്റ് ബാൻഡ് അറ്റാച്ച് ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് പാർട്ടിൽ വേസ്റ്റ് ബാൻഡ് നമ്മൾ കട്ട് ചെയ്യുന്നത് കണ്ടായിരുന്നു. 3 ഇഞ്ച് വീതിയും നീളം വേസ്റ്റ് റൗണ്ട് നമ്മൾ എത്രയാണോ സ്കേർട്ടിൽ അളന്ന് വെട്ടിയത് അത് മൊത്തത്തിലൊന്ന് അളന്നെടുക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ നോക്കിക്കേ, ഇവിടെ എനിക്ക് കിട്ടിയിട്ടുള്ള വേസ്റ്റ് റൗണ്ടിൻ്റെ അതായത് വേസ്റ്റ് ബാൻഡിൻ്റെ നീളം എന്ന് പറയുന്നത് 22 ഇത് ഡബിൾ മടക്കാണ് കേട്ടോ. അപ്പോൾ ഒറ്റ മടക്കിൽ 22 ആണെങ്കിൽ ടോട്ടൽ ഞാൻ എടുത്തിട്ടുള്ളത് 44 ഇഞ്ച് നീളമുള്ള വേസ്റ്റ് ബാൻഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് എങ്ങനെയാണ് വേസ്റ്റ് ബാൻഡ് അറ്റാച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് വേസ്റ്റ് ബാൻഡ് തുണിയുടെ നല്ല വശത്ത് വെക്കുക. ഒരിക്കലും ലൈനിങ്ങിൻ്റെ അകത്ത് വെച്ച് തയ്ക്കരുത്. തുണിയുടെ നല്ല വശത്ത് വേണം നമ്മൾ വേസ്റ്റ് ബാൻഡ് ആദ്യമേ അറ്റാച്ച് ചെയ്യാനായിട്ട്. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ 1 ഇഞ്ച്, അതായത് ആ വേസ്റ്റ് ബാൻഡ് തുടക്കമേ അടിച്ച് പോകരുത്. ഒരു 1/2 ഇഞ്ച് വിട്ടതിന് ശേഷമായിരിക്കണം നമ്മുടെ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. നമുക്ക് ഇത് മൊത്തത്തിലൊന്ന് അടിച്ചെടുക്കാവേ. അപ്പോൾ നമ്മൾ ഇത് എൻഡ് വരെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എൻഡ് വരുമ്പോഴത്തേക്കും ഇതുപോലെ 2 സൈഡും അഡീഷണൽ തുണി ഇങ്ങനെ വന്ന് നിൽക്കും. ഇങ്ങനെ ഈ അഡീഷണൽ തുണി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേസ്റ്റ് ബാൻഡിൻ്റെ ഇഞ്ച് അളന്നപ്പോൾ അതിൽ 2 ഇഞ്ച് കൂടെ അഡീഷണൽ ചേർക്കണമെന്ന് ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് അത് രണ്ടും ഒരുമിച്ച് ജോയിൻ ചെയ്യാതെ അതിൻ്റെ സ്റ്റിച്ചിങ് എവിടെയാണോ നിൽക്കുന്നത് ആ സ്റ്റിച്ചിങ്ങിൻ്റെ അവിടെ വരെ മാത്രം നമ്മൾ അടിച്ചു വരുന്ന സ്റ്റിച്ചിങ് എൻഡ് ചെയ്യുക. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അതായത് നമ്മുടെ തുണി വേസ്റ്റ് ബാൻഡിൻ്റെ തുണി രണ്ടും നമുക്ക് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാൻ പറ്റണം. അപ്പം സ്റ്റാർട്ടിങ് നമ്മൾ തുടങ്ങിയ ആ സ്റ്റിച്ചിങ്ങിൻ്റെ അവിടെ വേണം നമ്മുടെ എൻഡ് സ്റ്റിച്ചിങ് പോയിൻ്റ് വന്ന് നിൽക്കാനായിട്ട്. അങ്ങനെ പോയിൻ്റ് വന്ന് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഈ 2 പാർട്ടും നമുക്ക് ഇതുപോലെ കിട്ടും. ആ കിട്ടിയ പാർട്ടിൽ ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇടുക. നമുക്ക് എവിടെയാണോ വേസ്റ്റ് ബാൻഡിൻ്റെ എൻഡും സ്റ്റാർട്ടിങ് പോയിൻറ്റും വന്ന് നിൽക്കുന്നത് അവിടെ ഇതുപോലെ ഒരു ലൈനിങ് ഇട്ടതിന് ശേഷം ആ ലൈനിൽ കൂടി നമുക്ക് ഒരു സ്റ്റിച്ചിങ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ സ്കേർട്ടിൻ്റെ ഒരു ഭാഗം പോലും ആ സ്റ്റിച്ചിങ്ങിൽ പെടാൻ പാടില്ല. അപ്പോൾ അത് സൂക്ഷിച്ച് വേണം നമ്മൾ ആ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് സ്കേർട്ട് നല്ലതുപോലെ ഒന്ന് ഒതുക്കി മാറ്റിയതിന് ശേഷം വേണം അവിടെ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. കണ്ടോ, ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തപ്പോഴത്തേക്കും യാതൊരു പ്രോബ്ലം എനിക്ക് വന്നിട്ടില്ല. അപ്പോൾ ഇതുപോലെ വേണം നിങ്ങളും സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ വേസ്റ്റ് ബാൻഡിൻ്റെ ഒരു അറ്റാച്ച്മെൻറ്റ് കഴിഞ്ഞതേ ഉള്ളൂ. ഇനി നമുക്കിത് മടക്കി അടിക്കണം. മടക്കി അടിക്കുന്നതിന് മുമ്പ് ഇതിനകത്ത് നമ്മൾ എലാസ്റ്റിക്കാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആ എലാസ്റ്റിക് എത്രയാണ് വേണ്ടതെന്ന് നമുക്ക് അളന്നെടുക്കാം. ഞാനിവിടെ എടുക്കുന്ന എലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടിയുടെ വേസ്റ്റ് റൗണ്ട് എത്രയാണോ ആ വേസ്റ്റ് റൗണ്ടിൽ നിന്നും 1 ഇഞ്ചോ 2 ഇഞ്ചോ 1.5 ഇഞ്ച് മതിയാകും. കാരണം ഒരുപാട് ടൈറ്റ് വരാതെ കുറച്ച് എന്നാൽ ലൂസും വരാതെ മീഡിയത്തിൽ കിടക്കാനാണ്. അപ്പം നമ്മുടെ കുട്ടിയുടെ വേസ്റ്റ് റൗണ്ട്
എത്രയാണോ അളവ് ആ അളവിൽ നിന്ന് 1.5 ഇഞ്ച് കുറച്ചിട്ട് വേണം നമ്മുടെ എലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എലാസ്റ്റിക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് വേസ്റ്റ് ബാൻഡിൽ എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ആ എലാസ്റ്റിക് വേസ്റ്റ് ബാൻഡിൻ്റെ അവിടെ ഒന്ന് ഇതുപോലെ വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള തുണി നമ്മൾ മടക്കുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലെ നല്ല സ്റ്റിഫായിട്ടിരിക്കണം, അതായത് ലൂസൊന്നും ഇടാതെ നല്ല ടൈറ്റായിട്ട് തന്നെ ഇരിക്കുന്ന രീതിക്ക് വേണം നമ്മൾ ഈ മടക്കിയെടുക്കാനായിട്ട്. മടക്കിയെടുത്തതിന് ശേഷം അവിടെ ഒരു ചോക്ക് വെച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് മെഷർ ചെയ്ത് കൊടുക്കാം. എവിടെയാണ് പോയിൻ്റ് വരുന്നതെന്ന് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഞാൻ അതൊന്ന് ജസ്റ്റ് അവിടെ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഒരു മെഷർമെൻറ്റിലാണ് വരുന്നത്, ഈ ഒരു അളവിലാണ് എനിക്ക് എലാസ്റ്റിക് ഇടേണ്ടത്. അപ്പോൾ ഞാൻ ഈ അളവ് വെച്ചിട്ട് മൊത്തം വേസ്റ്റ് ബാൻഡ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോവാണ്. നമ്മൾ വേസ്റ്റ് ബാൻഡ് മടക്കി അടിച്ചു കഴിഞ്ഞു. ഇത് മടക്കി അടിക്കുമ്പോഴത്തേക്കും മൊത്തം അടിച്ചു പോകരുത്. നമ്മുടെ ഇലാസ്റ്റിക് ഈ വേസ്റ്റ് ബാൻഡിൻ്റെ അകത്ത് കയറ്റണം. അതിന് വേണ്ടിയിട്ട് 1 ഇഞ്ച് അടിക്കാതെ തന്നെ നമുക്ക് ഇതുപോലെ ഓപ്പൺ ചെയ്ത് വെക്കുക. ഈ ഓപ്പണിൽ കൂടി വേണം നമ്മുടെ ഇലാസ്റ്റിക് ഈ വേസ്റ്റ് ബാൻഡിൻ്റെ അകത്ത് കയറ്റാനായിട്ട്. നമുക്ക് ഒരു സേഫ്റ്റി പിൻ വെച്ച് ഇതുപോലെ ഇലാസ്റ്റിക് ഈ വേസ്റ്റ് ബാൻഡിൻ്റെ അകത്ത് മുഴുവനായിട്ടും കയറ്റാം. അപ്പോൾ നമ്മൾ ഇലാസ്റ്റിക് മൊത്തത്തിലിട്ടു. ഇനി നമുക്ക് ഈ ഇലാസ്റ്റിക് തമ്മിൽ രണ്ടും കൂടെ ജോയിൻ ചെയ്തെടുക്കാം. 2 ഇലാസ്റ്റിക്കും നല്ലതുപോലെ വലിച്ച് പിടിച്ച് ഒരേ ഷേപ്പിൽ എങ്ങനെയാണോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ എളുപ്പം അതുപോലെ അങ്ങ് ജോയിൻ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇത് രണ്ടും കൂടെ ഒരേ അളവിൽ ജോയിൻ ചെയ്ത് എടുക്കുകയാണ്. നമ്മൾ ജോയിൻ ചെയ്യുമ്പോഴത്തേക്കും 2-3 സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. കാരണം ഇത് നമ്മൾ വലിക്കുമ്പോൾ പൊട്ടിയൊന്നും പോകരുത്. കാരണം ഇത് അകത്തിട്ടതിന് ശേഷം നമ്മൾ വേസ്റ്റ് ബാൻഡ് മൊത്തത്തിൽ അടിച്ചു മാറ്റുകയാണ്. അപ്പോൾ ഇത് പൊട്ടിപ്പോയാൽ വീണ്ടും നമുക്ക് ഇരട്ടി പണി കിട്ടും. അതുകൊണ്ട് 2-3 സ്റ്റിച്ച് നമ്മൾ ഇതിൽ അടിച്ചു കൊടുക്കണം. അതിനുശേഷം ഇലാസ്റ്റിക് നല്ലതുപോലെ അകത്ത് കയറ്റി ഒരേ ലെവലാക്കിയതിന് ശേഷം നമ്മൾ ആ ഓപ്പണായ ഭാഗം ഉണ്ടല്ലോ, 1 ഇഞ്ച് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടിട്ടുണ്ട്, ആ വേസ്റ്റ് റൗണ്ടും കൂടെ നമ്മൾ അടിച്ച് മാറ്റണം. അപ്പോൾ ഞാൻ ആ വേസ്റ്റ് റൗണ്ടും കൂടെ അടിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ വേസ്റ്റ് റൗണ്ട് മുഴുവനായിട്ടും അടിച്ചെടുത്തിട്ടുണ്ട്. അടിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ വേസ്റ്റ് ബാൻഡിൻ്റെ ഇലാസ്റ്റിക്, അതായത് വേസ്റ്റ് ബാൻഡിൽ നമ്മൾ ഇട്ടിരിക്കുന്ന ആ ഇലാസ്റ്റിക് കറക്റ്റായിട്ടാണോ കിടക്കുന്നത് എന്നൊന്ന് ചെക്ക് ചെയ്യണം. നല്ലതുപോലെ ഒന്ന് വലിച്ച് എല്ലാം ഒരു കറക്റ്റ് ലെവലിൽ തന്നെ ആ ഞുറിവ് വരാൻ വേണ്ടി ഒന്ന് ശ്രദ്ധിക്കണം. ചിലപ്പോൾ ഞുറിവെല്ലാം ഒരു സ്ഥലത്തായിരിക്കും കിടക്കുന്നത്. അപ്പം അങ്ങനെ വരാതെ മൊത്തത്തിൽ കറക്റ്റ് ഒരു ഞുറിവ് നമ്മൾ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഇട്ടിരിക്കുന്ന ഇലാസ്റ്റിക് കറക്റ്റ് പൊസിഷനിൽ തന്നെ വരും. അതായത് ചരിഞ്ഞ് നമ്മൾ തയ്ച്ച് കൊടുത്തതിൽ എലാസ്റ്റിക് ചരിഞ്ഞോ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും അറിയാൻ പറ്റും എലാസ്റ്റിക് കറക്റ്റായിട്ടാണോ ഇരിക്കുന്നതെന്ന്. ഓക്കെ, കണ്ടോ, ഇപ്പോൾ നമ്മളിട്ടിരിക്കുന്ന ആ ഇലാസ്റ്റിക് കറക്റ്റ് ഫിറ്റായിട്ട് തന്നെ ഇരിപ്പുണ്ട്. നല്ല ഭംഗിയുണ്ട് അങ്ങനെ കാണാനായിട്ടല്ലേ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്കേർട്ടിൻ്റെ അടിഭാഗം മടക്കി അടിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൽ വേറൊരു സ്റ്റിച്ചിങ്ങും ഇല്ല, അടിഭാഗം മാത്രം മടക്കി അടിച്ച് കൊടുത്താൽ മതി. സൈഡ് സ്റ്റിച്ചിങ്ങോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഈ സ്കേർട്ടിൽ വരുന്നില്ല. അപ്പോൾ നമുക്ക് സ്കേർട്ടിൻ്റെ അടിഭാഗം മടക്കി അടിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്കേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടെ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.